ചുമ്മാ ഒരു ലാബിലേക്ക് ചെന്ന് ബി.പി ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് പരിശോധനയ്ക്ക് വിധേയരാകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ അങ്ങനെയല്ല. ബി.പി പരിശോധിക്കുന്നതിന് മുൻപും പരിശോധനാ ഫലം ലഭിച്ചതിന് ശേഷവും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഓടിക്കിതച്ച് ചെന്ന് നോക്കിയാൽ ബി.പി എന്തായാലും ശകലം കൂടുതലായിരിക്കും. അതുകൊണ്ട് ബി.പി നോക്കാൻ ചെന്നിരിക്കുന്നതിന് മുൻപ് 5 മിനിറ്റ് ശാന്തമായിരുന്ന് റിലാക്സ് ചെയ്യുക. ബി.പി നോക്കാൻ ചെന്നിരിക്കുന്നതിന് തൊട്ടു മുന്നേ കാപ്പിയോ ചായയോ കുടിക്കരുത്, പുകവലിക്കുകയും അരുത്. അവ അഡ്രിനാലിൻ കൂട്ടും. അതുകൊണ്ടാണ് ചെയ്യരുതെന്ന് പറയുന്നത്. മരുന്ന് സ്ഥിരമായി കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ബി.പി എടുക്കാൻ പോകുന്ന ദിവസവും മരുന്ന് സാധാരണ എപ്പോഴാണോ കഴിക്കുന്നത് ആ സമയത്ത് തന്നെ കൃത്യമായി കഴിക്കണം. നിങ്ങൾക്ക് കുറിച്ചു തന്ന മരുന്ന് ഫലപ്രദമാണോ, അതിന്റെ ഡോസ് എത്ര വേണം, കൂട്ടണോ കുറയ്ക്കണോ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഡോക്ടർക്ക് അറിയേണ്ടതുണ്ട്. അതുകൊണ്ടിട്ടാണ് ഇങ്ങനെ പറയുന്നത്. ബി.പി അളന്നുകൊണ്ടിരിക്കുമ്പോൾ നല്ല ചിന്തകൾ മാത്രം മനസ്സിൽ വരുത്തുക. പറ്റുമെങ്കിൽ ബി.പി ചെക്ക് ചെയ്യുന്ന ആളുമായിട്ട് എന്തെങ്കിലുമൊക്കെ സൊറ പറഞ്ഞിരിക്കുക. അയാൾ വലിയ ജാടയാണെങ്കിൽ മനസ്സിലൊരു പാട്ട് മൂളുക. അതുമല്ലെങ്കിൽ ഒരു സിനിമ കോമഡി ഓർക്കുക. ബി.പി എടുക്കുന്ന യന്ത്രത്തിൽ മെർക്കുറി പൊങ്ങുന്നത് നോക്കിയിരുന്നിട്ടുണ്ടെങ്കിൽ അത് മതി നിങ്ങൾക്ക് ടെൻഷൻ കയറി ബി.പി കൂടാൻ. ഒരു പ്രാവശ്യം അളന്നപ്പോൾ സാധാരണയിലും ഉയർന്ന ബി.പി കിട്ടിയെന്ന് കരുതി നിങ്ങൾ ഒരു രക്താതിസമ്മർദ്ദ രോഗിയാകുന്നില്ല. അതുകൊണ്ട് തന്നെ ഉടനെ മരുന്ന് കഴിച്ചുറങ്ങേണ്ട ആവശ്യമില്ല. ഒരു മാസത്തിനുള്ളിൽ പല സമയത്തായി കുറഞ്ഞത് 2 പ്രാവശ്യമെങ്കിലും ബി.പി എടുത്ത് നോക്കുമ്പോൾ കിട്ടുന്ന ആവറേജ് അളവുകളാണ് കൂടുതലും വിശ്വസനീയം. പറ്റുമെങ്കിൽ വീട്ടിലെ ശാന്തമായ അന്തരീക്ഷത്തിൽ ബി.പി അളന്ന് നോക്കുക. നിങ്ങളവിടെ കുറെ കൂടി റിലാക്സ്ഡ് ആയിരിക്കും. വളരെ കൂടിയ അളവിൽ ബി.പി ഉള്ളവർ, അതായത് 160, 100 അതിനു മുകളിലോ ആണെങ്കിൽ 2 ആഴ്ചക്കകം വീണ്ടും അളന്ന് അപ്പോഴും കൂടുതലാണെങ്കിൽ എത്രയും വേഗം ഒരു ഡോക്ടറുടെ സഹായം തേടുക. രക്താതിസമ്മർദ്ദം വണ്ണമുള്ളവർക്ക് മാത്രമേ വരൂ എന്ന് കരുതിയാൽ തെറ്റി. ഇത് നല്ലൊരളവിൽ പാരമ്പര്യമായി കിട്ടുന്നതാണ്. അച്ഛനോ അമ്മയ്ക്കോ രക്താതിസമ്മർദ്ദം ഉണ്ടെങ്കിൽ മക്കളിൽ അതിന്റെ സാധ്യത 25 മുതൽ 50% വരെ ആവാം. ഏതാണ്ട് 60 വയസ്സ് കഴിഞ്ഞാൽ ജനസംഖ്യയിലെ മഹാഭൂരിപക്ഷത്തിനും രക്തക്കുഴലുകളിലുള്ള മാറ്റങ്ങൾ മൂലം പ്രഷർ രോഗം വരാം. മറ്റു രോഗങ്ങളൊന്നുമില്ലാത്ത ജനങ്ങളുടെ ശരാശരി ബി.പി 120/80 ആണ്. എന്നാൽ സിസ്റ്റോളിക് പ്രഷർ 120-ൽ താഴെയും ഡയസ്റ്റോളിക് പ്രഷർ 80-ൽ താഴെയുമാക്കി നിർത്തുന്നതാണ് ഹൃദയത്തിന്റെയും തലച്ചോറിന്റെയും രക്തക്കുഴലുകൾ ആരോഗ്യത്തോടെ ഇരിക്കാൻ നല്ലതെന്നാണ് അടുത്ത് നടന്ന പഠനങ്ങൾ കാണിക്കുന്നത്. സിസ്റ്റോളിക് പ്രഷർ 120-നും 139-നും ഇടയ്ക്ക് വരുന്നുവെങ്കിലോ ഡയസ്റ്റോളിക് പ്രഷർ 80-നും 89-നും ഇടയ്ക്ക് വരുന്നുവെങ്കിലോ അതിന് രക്താതിസമ്മർദ്ദത്തിന്റെ മുന്നോടിയായി അഥവാ പ്രീ ഹൈപ്പർ ടെൻഷനായി കാണണമെന്ന് പുതിയ തെളിവുകൾ സൂചിപ്പിക്കുന്നു. ഇതിനർത്ഥം 120-നും 80-നും മുകളിൽ ബി.പി പോയാലുടൻ മരുന്ന് കഴിച്ചു തുടങ്ങണമെന്നാണോ? നോ, നെവർ. ഓർക്കുക, ബി.പി 140, 90-ന് മുകളിൽ പോകുന്നതിനെ നമ്മൾ രക്താതിസമ്മർദ്ദം എന്ന് വിളിക്കുകയുള്ളൂ. 120, 80-ന് മുകളിൽ പോകുന്നതും 140, 90-ൽ താഴെ നിൽക്കുന്നതുമായ ബി.പി ഉള്ളവർ ക്രമേണ അടുത്ത 4-5 വർഷങ്ങൾ കൊണ്ട് രക്താതിസമ്മർദ്ദ രോഗികളാവാൻ സാധ്യതയുണ്ട് എന്നേ ഉള്ളൂ. അവർ രോഗികളായി എന്നല്ല അർത്ഥം. അതുകൊണ്ട് തുടർച്ചയായ 2-3 അളക്കലിൽ 120, 80-നും മുകളിൽ ബി.പി കയറുകയാണെങ്കിൽ ആഹാര നിയന്ത്രണം, ചെറിയ തോതിലുള്ള വ്യായാമം, പുകവലി ഉപേക്ഷിക്കൽ, വെള്ളമടി കുറയ്ക്കൽ തുടങ്ങിയ കാര്യങ്ങളിൽ ശ്രദ്ധിച്ചും 6 മാസമെങ്കിലും കൂടുമ്പോൾ ബി.പി നോക്കിയും മുന്നോട്ട് പോകാമെന്ന് വിദഗ്ധർ പറയുന്നു. ബി.പിയുടെ അളവ് 140, 90-ന് മേൽ പോവുകയാണെങ്കിൽ അത് പിന്നെ പിടിച്ചാൽ കിട്ടണമെന്നില്ല. മരുന്ന് നിർബന്ധമായും കഴിക്കണം. പ്രത്യേകിച്ച് 160, 100 എന്ന അളവിലൊക്കെ പോയാൽ. കാരണം എത്ര കഠിന പഥ്യം നോക്കിയാലും എത്ര കഠിന വ്യായാമം ചെയ്താലും മരുന്നിന്റെ സഹായമില്ലാതെ വളരെ ഉയർന്ന ബി.പി നോർമൽ നിലയിലേക്ക് കുറച്ചു കൊണ്ടുവരാനാവില്ല. സാധാരണ മനുഷ്യരുടെ കാര്യമാണ് ഞാനിവിടെ പറയുന്നത്. വല്ല അത്ഭുത രോഗശാന്തിയുടെയും ഉദാഹരണം പറയാനുണ്ടെങ്കിൽ അത് കയ്യിൽ തന്നെ വെക്കുന്നതാണ് നല്ലത്. ഇവിടെ ഓൺലി സയൻസ്. ഇനി നമുക്ക് മരുന്ന് കഴിക്കുന്നതിന് മുൻപോ മരുന്നിന് പുറമെയോ നാം ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് എല്ലാവർക്കും ബാധകമായുള്ള കാര്യമാണ് കേട്ടോ. വ്യായാമം തുടരുക. വ്യായാമം എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ നല്ലതാണ്. വ്യായാമത്തിന്റെ ഗുണങ്ങൾ ഞാനിവിടെ എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാം. അടുത്തത് ആഹാരശീലം. നിറയെ പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, ഇലക്കറികൾ, സാലഡ്, മുരിങ്ങയില, ക്യാരറ്റ്, പയർ ഇതൊന്നും കൺമുന്നിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ഒരു കാര്യവുമില്ല. അറഞ്ചം പുറഞ്ചം കഴിച്ചോളണം. വറുത്തതും പൊരിച്ചതും, പ്രത്യേകിച്ച് മട്ടൻ, ബീഫ് എന്നിവ കുറേശ്ശെ തട്ടിക്കയറ്റണം. എന്നിട്ട് മീൻ, നല്ല ചാള അല്ലെങ്കിൽ മത്തി, നെത്തോലി എന്നിവ കൂടുതലായിട്ട് അകത്താക്കുക. പാൽ ഉപയോഗിക്കുമ്പോൾ അതിലെ പാട അങ്ങെടുത്ത് മാറ്റിയിട്ട് ഉപയോഗിച്ചാൽ അത്രയും നല്ലത്. സൺഫ്ലവർ എണ്ണകൾ ഉത്തമമെന്ന് പലരും പറയുന്നു. ആഹാരത്തിലെ മാറ്റം കൊണ്ട് 8 മുതൽ 14 mm വരെ ബി.പി കുറയാം. ഞാൻ പറയുന്നതല്ല, ആരോഗ്യ വിദഗ്ധർ പറയുന്നതാണിത്. ഉപ്പ് കുറയ്ക്കുക. എല്ലാ ആഹാരത്തിലും കൂടിയായി 6 ഗ്രാമിൽ കൂടുതൽ ഉപ്പ് ഉപയോഗിക്കാതിരിക്കാനാണ് നോക്കേണ്ടത്. ഉപ്പ് എങ്ങനെ കുറയ്ക്കുമെന്നോർത്തിട്ട് കണക്കൊന്നും കൂട്ടേണ്ട ആവശ്യമില്ല. അച്ചാറുകൾ, ഉപ്പിലിട്ടത്, പപ്പടം, വറ്റൽമുളക്, സംഭാരം എന്നിവ സ്ഥിരമായി കഴിക്കുന്നത് അങ്ങ് കുറയ്ക്കുക. നിർത്താനാണ് പറയേണ്ടത്. പക്ഷേ അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തി സ്വാതന്ത്ര്യമായതുകൊണ്ട് ഞാനങ്ങനെ പറയുന്നില്ല. പിന്നെ തൈര്, മോര് എന്നിവ ഉപ്പ് ചേർത്ത് ഉപയോഗിക്കാതെ നോക്കാം. ഉപ്പ് നിയന്ത്രിച്ചാൽ കുറയുന്നത് 2 മുതൽ 8 mm വരെ ബി.പി ആണ്.
പ്രതിദിന മദ്യപാനം നിയന്ത്രിക്കുന്നതിലൂടെ 4 mm വരെ BP കുറയ്ക്കാൻ സാധിക്കും. പുകവലി കുറച്ച് കൊണ്ടുവന്ന് പൂർണ്ണമായി നിർത്തുക. 4 mm വരെ BP ഇതുകൊണ്ട് കുറയ്ക്കാം. ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങൾ മാത്രം ചെയ്ത് BP കുറയുമെന്നോർത്ത് കാത്തിരിക്കാനല്ല ഞാൻ ഇത്രയും നേരം ഇരുന്ന് പറഞ്ഞത്. വ്യക്തവും കൃത്യവുമായ ആരോഗ്യ പാലനം ആവശ്യമാണ്. നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ തന്നെ ശ്രദ്ധിക്കണം. BPയിൽ എന്തെങ്കിലും വേരിയേഷൻ വന്നാൽ ഒരു ആരോഗ്യ വിദഗ്ധന്റെ സഹായം തേടുകയാണ് ആദ്യം വേണ്ടത്. സ്വയം ചികിത്സ അരുത് മക്കളെ. അപ്പോൾ കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇത്തരത്തിലുള്ള കൂടുതൽ ആരോഗ്യ വിവരങ്ങൾ അറിയാൻ ഡോക്ടർ ലൈവ് TV ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്.